ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. പാർവതിക്ക് ഉദയനൂരമ്മയുടെ ഒരു ഫോട്ടോ നൽകുകയാണ് ശേഖരൻ. അല്ല, ഉദയനൂരമ്മയുടെ ചിത്രമാണിതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ഗാർഗി ചോദിക്കുകയാണ്. ജന്മനാ ഞാൻ അന്ധനല്ലായിരുന്നു, പിന്നെയാണ് ഞാൻ അന്ധനായത്. അന്ധനായ കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറെ കാണും പറയാൻ. അല്ല മോളെ, മോള് നേരത്തെ ചായയുമായിട്ട് വന്നപ്പോൾ വിശാൽ സാറ് ആരോടോ ദേഷ്യപ്പെടുന്നത് കേട്ടല്ലോ, എന്തായിരുന്നു അവിടെ? അതൊന്നുമില്ല മുത്തശ്ശായ, പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്. അത് പിന്നെ ഒരു ഓഫീസ് ഫയൽ കണ്ടില്ല, അതിന്റെ ദേഷ്യപ്പെടലായിരുന്നു. തുടർന്ന് ശേഖരൻ പോയതിനു ശേഷം ഗാർഗി പറയുകയാണ്. ഈ പുള്ളിക്കാരന് എന്തൊക്കെയോ നിഗൂഢതകളുണ്ടല്ലോ പാർവതി. ശരിക്കും ഇയാൾ ആരാ? ചന്ദ്രശേഖരൻ, അത്രമാത്രമേ എനിക്കും അറിയൂ. പിന്നീട് കാണിക്കുന്നത് ഗാർഗി തന്റെ മുറിയിൽ നിന്നും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വിനയ് വരികയാണ്. വിനയെ കണ്ടയുടൻ തന്നെ ഗാർഗി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വിനയ് ചോദിക്കുകയാണ്. സാധാരണ ഭർത്താക്കന്മാര് ടൂറൊക്കെ കഴിഞ്ഞു വരുമ്പോഴേ ഭാര്യമാര് ഒന്നെങ്കിൽ വാരി പുണരും, അല്ലെങ്കിൽ വിശേഷങ്ങളൊക്കെ പറയും. നിനക്കെന്താ ഇത് രണ്ടും എന്നോട് പറയാനില്ലേ? എനിക്ക് നിങ്ങളോട് തൽക്കാലം ഒന്നും പറയാനില്ലെന്ന് ഗാർഗി പറയുമ്പോൾ, ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് വിനയ് പറയുന്നു. നിന്നെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോവുകയാണെന്ന് അറിഞ്ഞല്ലോ, നിനക്ക് വിശേഷമുണ്ടാകാഞ്ഞിട്ട്. നീ എന്താ ഞാൻ ആണല്ലെന്നാണോ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എനിക്ക് ഒരു മരക്കഷ്ണത്തിനോട് തോന്നുന്ന വികാരം പോലും നിന്നോട് തോന്നിയിട്ടില്ല. അതൊക്കെ നിന്റെ തന്നിഷ്ടം കാരണം തന്നെയാണെന്ന് ഗാർഗിയോട് വിനയ് പറയുമ്പോൾ ഗാർഗി പറയുകയാണ്. സ്വന്തം ഭാര്യയെ മരക്കഷ്ണം പോലെ കാണുന്ന ഭർത്താക്കന്മാരെ ആണത്തമില്ലാത്തവരാന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അവര് ആണല്ല, നപുംസകമാണ്. ആണും പെണ്ണും കെട്ടവനെന്ന്. ഇത് കേൾക്കുന്ന വിനയ് ഗാർഗിയെ അടിക്കാനായി കൈ ഒങ്ങുമ്പോൾ ഗാർഗി പറയുകയാണ്. തൊട്ടുപോകരുതെന്നെ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് മതി അടിയും ബഹളവും ഒക്കെ. ഡിവോഴ്സ് ആണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിലേ അത് ഞാൻ നിനക്ക് തരാനേ പോകുന്നില്ല. ആ അടുക്കളക്കാരിയോടുള്ള നിന്റെ ഇഷ്ടമൊക്കെ മാറ്റിവെച്ച് എന്റെയും അമ്മയുടെയും ഒപ്പം നീ നിൽക്കുകയാണെങ്കിലേ എനിക്ക് നിന്നോട് വികാരമൊക്കെ തോന്നുകയുള്ളൂ. തുടർന്ന് ഗാർഗി പറയുകയാണ്. പാർവതി ഇന്നലെ വന്നതല്ലേ, അതിനു മുമ്പും നിങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കേണ്ടവരെ അറിയിച്ചാലേ നിങ്ങളുടെ ഗതി ഇതൊന്നുമല്ലായിരിക്കും. അത് നോർത്ത് വെച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്രയും പറഞ്ഞ് ഗാർഗി പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിനയ്. പിന്നീട് കാണിക്കുന്നത് ഉദയനൂരമ്മയുടെ ചിത്രം ഭിത്തിയിൽ തൂക്കാനായി ഒരുങ്ങുന്ന പാറുവിനെയാണ്. അങ്ങനെ ഫോട്ടോ മുറിയിൽ വെച്ച് ചുറ്റിക എടുക്കാനായി പാറു താഴേക്ക് പോവുകയാണ്. അതേസമയം പാറുവിനെ കാണാനായി വിശാല് മുറിയിലേക്ക് ചെല്ലുന്നു. അതേസമയം ചുറ്റികയും എടുത്തുകൊണ്ട് പാറുവും വരികയാണ്. വിശാലിനെ കണ്ട് പാറു മൈൻഡ് ചെയ്യാതെ നേരെ ആണിയടിക്കാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് പാറുവിന്റെ കയ്യിൽ ചുറ്റിക കൊള്ളുന്നു. എന്താ പാർവതി നീ കാണിക്കുന്നത്? അത് പിന്നെ വിശാൽ സാർ ആണി എത്ര അടിച്ചിട്ടും അകത്തേക്ക് കയറുന്നില്ല. അങ്ങനെയല്ല ആണിയടിക്കേണ്ടത്, ഞാൻ നിനക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പാറുവിന്റെ കയ്യിൽ പിടിച്ച് വിശാല് ആണിയടിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി പറയുകയാണ്. പാർവതിക്കും വിശാലിനും റൊമാൻസ് വരില്ലെന്ന് പറയുന്നവരെ ഇതൊന്നുകൊണ്ട് കാണിക്കണമല്ലോ. തുടർന്ന് ഗാർഗി നേരെ സുശീലയുടെയും ജാസ്മിന്റെയും അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ രണ്ടാളും വലിയ ആലോചനയിലാണല്ലോ. രസം എങ്ങനെ സാമ്പാറാക്കുമെന്ന് ചിന്തിക്കുകയാണോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്. ആക്കല്ലേ, ഈ കിച്ചൺ സെക്ഷനൊക്കെ പാർവതിക്ക് പറഞ്ഞിട്ടുള്ളതാ. നിങ്ങൾക്ക് ആലോചിക്കാനേ വേറെ 100 കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ എന്നാലേ ഇവിടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നോ? അവിടെ വിശാൽ ബ്രോയും പാർവതിയും കൂടി ഭയങ്കര റൊമാൻസ് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ പോലെ തോന്നിയെന്ന് ഗാർഗി പറയുമ്പോൾ സുശീലയും ജാസ്മിനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ജാസ്മിൻ ചോദിക്കുക, സ്വപ്നത്തിലാണോ? സ്വപ്നത്തിലൊന്നുമല്ല, പാർവതിയുടെ റൂമില്. വിശ്വാസം വരുന്നില്ലേ പറ, ഞാൻ കാണിച്ചു തരാം. അത്രയും പറഞ്ഞ് സുശീലയും ജാസ്മിനെയും കൊണ്ട് ഗാർഗി പാറുവിന്റെ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് പാറുവിനോട് വിശാല് ചോദിക്കുകയാണ്. ദേഷ്യമാണോ അതോ പിണക്കമാണോ? ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്. പിന്നെ ചുറ്റിക കൊണ്ടടിച്ച ആണിക്ക് ദേഷ്യം വരില്ലേ? നീ ആണി കയറിയില്ലെങ്കിൽ ചുറ്റിക പിണങ്ങില്ലേ? എടി മണ്ണുണ്ണി, ഞാൻ അതല്ല ചോദിച്ചത്. നേരത്തെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് ദേഷ്യം വന്നോ എന്നാ ചോദിച്ചത്. വിശാൽ സാറിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, ഞാനല്ലേ തെറ്റ് കാണിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് പറ്റിപ്പോയതാ വിശാൽ സാറെന്ന് പാറു പറയുന്നു. അതേസമയം ഗാർഗി സുശീലയും ജാസ്മിനെയും കൊണ്ട് പാറുവിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. ജാസ്മിൻ ഓടി കയറാൻ നോക്കുമ്പോൾ ഗാർഗി പറയുകയാണ്. അങ്ങനെ ഇടിച്ചു തള്ളി കയറരുത്, മറിഞ്ഞു നിന്ന് നോക്കണം. അങ്ങനെ ജാസ്മിൻ കതക് തുറക്കുമ്പോൾ കാണുന്നത് വിശാല് പാറുവിനെ ചേർത്ത് പിടിച്ച് ചോദിക്കുകയാണ്. നേരത്തെ ഞാൻ ദേഷ്യപ്പെട്ടതിന് പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? വിശാൽ സാറേ, ഇങ്ങനെ സംസാരിച്ച് നിന്നാലേ ആണി ഭിത്തിയിൽ കയറില്ല. നീ ആദ്യം ഈ കാര്യം പറ, എന്നിട്ട് മതി. അത്രയും പറഞ്ഞ് വിശാല് പാറുവിന്റെ കയ്യിൽ പിടിക്കുമ്പോൾ ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് ജാസ്മിൻ കതക് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. ശബ്ദം കേട്ടുകൊണ്ട് പാറു പെട്ടെന്ന് തിരിയുമ്പോൾ പാറുവിന്റെ കയ്യിൽ നിന്ന് ചുറ്റിക ജാസ്മിന്റെ കാലിലേക്ക് വീഴുകയാണ്. അയ്യോ എന്റെ കാലെന്ന് പറഞ്ഞ് ജാസ്മിൻ കരയുമ്പോൾ സുശീല ചോദിക്കുകയാണ്. നീ എന്തിനാടി ഇവളുടെ കാലിലേക്ക് ചുറ്റിക ഇട്ടത്? മനഃപൂർവ്വം ഇട്ടതല്ല അപ്പച്ചി, അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയതാ. ആര് പറഞ്ഞു നീ മനഃപൂർവ്വം ഇട്ടതാ നുണച്ചിയെന്ന് സുശീല പറയുമ്പോൾ വിശാല് പറയുകയാണ്. ഇങ്ങനെ ഇടിച്ചു തള്ളി കയറി വന്നാൽ ആരാണെങ്കിലും പേടിച്ചു പോകും. പിന്നെ പാർവതിയുടെ കയ്യിൽ നിന്നല്ല ചുറ്റിക വീണത്, എന്റെ കയ്യിൽ നിന്നാണ്. ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്. അതെ, എന്തൊരു അലർച്ചയായിരുന്നു, രാക്ഷസിയെ പോലെ ഞാൻ പോലും പേടിച്ചുപോയി.
വിശാൽ, നീ എന്തിനാ ഇവളുടെ കൂടെ നിന്ന് ആണിയടിക്കുന്നത് എന്ന് സുശീല ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഇവൾക്ക് ആണിയടിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ സഹായിക്കുന്നു, അത്ര തന്നെ. അതിന് എന്നെയോ ഗാർഗിയോ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് സുശീല ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, എന്നെ വിട്ടേക്ക്, ഞാൻ ഇതിനൊന്നുമില്ല. തുടർന്ന് വിശാൽ സുശീലയുടെയും ജാസ്മിൻ്റെയും മുമ്പിൽ വെച്ച് പാറുവിൻ്റെ കൈ പിടിച്ച് ചോദിക്കുകയാണ്, നിന്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ലെന്ന് പാറു പറയുമ്പോൾ പാറുവിൻ്റെ കയ്യിൽ ഉമ്മ വെക്കാൻ ഒരുങ്ങുകയാണ് വിശാൽ. പെട്ടെന്ന് പാറു കൈ വലിക്കുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയാണ് സുശീലയും ജാസ്മിനും. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഗാർഗി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ വിശാൽ ബ്രോ ഇന്ന് തന്നെ പിണക്കം മാറ്റാൻ വരുമെന്ന്, ഇപ്പോൾ എന്തായി? പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും സുശീലയുമാണ്. ജാസ്മിൻ വിഷമത്തോടെ പറയുകയാണ്, പാർവതിയോട് വിശാലിന് ഇപ്പോഴും ദേഷ്യമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ അവരുടെ ഇടപെടൽ കണ്ടപ്പോൾ വിശാല് എൻ്റെ നെഞ്ചിൽ ആണിയടിച്ച പോലൊരു ഫീലായിരുന്നു എനിക്ക്. അതൊക്കെ വിട്ടുകള ജാസ്മിൻ, അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. അപ്പോ ഞാൻ ആരാ ആൻറ്റി, തുണിക്കടയിലിരിക്കുന്ന ബൊമ്മയോ അതോ ഷോക്കേസിലിരിക്കുന്ന പാവയോ? ജാസ്മിൻ, ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഫീലായാൽ വലിയ കാര്യങ്ങൾ വരുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നിനക്ക് എന്തുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്തൂടാന്ന് സുശീല പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുകയാണ്, എന്ത്? നീ ഒരു വക്കീലിന്റെ മോളല്ലേ, നീ തന്നെ ആലോചിക്കെന്ന് പറഞ്ഞ് സുശീല അവിടെ നിന്ന് പോകുന്നു. വിശാലും ഞാനും കൂടി ഒരു റൊമാൻറ്റിക് സീൻ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെ പാർവതി ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം. അതുവരെ എന്താണെങ്കിലും ഈ ജാസ്മിന് വിശ്രമമില്ലെന്ന് ജാസ്മിൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പാറു ശേഖരനെയും കൊണ്ട് ഹാളിലേക്ക് വരുന്നതാണ്. തുടർന്ന് ശേഖരൻ പറയുകയാണ്, മോളെ പാർവതി, എനിക്ക് കടുപ്പത്തിലൊരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. അതിനെന്താ, ഞാനിപ്പോൾ കൊണ്ടുവരാം മുത്തശ്ശ എന്ന് പാറു പറയുമ്പോൾ സുശീല പറയുകയാണ്, കാപ്പി മാത്രമാക്കണ്ട, ആഹാരം കൂടി കൊടുക്ക്, ഇവിടെ സുഖവാസത്തിന് വന്നതാണല്ലോ. തുടർന്ന് അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. അപ്പച്ചി, വയ്യാത്താളെ ഇങ്ങനെ പരിഹസിക്കരുതെന്ന് പാറു പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, പിന്നെ ഇവിടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളതാ, ഇയാൾ കണ്ണു കാണാതെ എവിടെയെങ്കിലുമൊക്കെ തട്ട് തടഞ്ഞ് വീഴാൻ പോയാലേ അതൊക്കെ പൊട്ടില്ലേ, അതോടെ നഷ്ടവുമാകും. മോളെ പാർവതി, നീ ഒരു കാര്യം ചെയ്, ഇയാളെ കൊണ്ട് എവിടെയെങ്കിലും കെട്ടിയിട്. ഇത് കേൾക്കുന്ന പാറു ദേഷ്യത്തോടെ ജാസ്മിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.